ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ഇന്ന് 27/5/2024. അപ്പോൾ എൻ്റെ എൻട്രി വന്നിരിക്കുന്നത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട് മൈനറായിട്ട്. അപ്പം ആ ഒരു FEGയിലാണ് ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി എന്തായാലും ഒരു അപ്സൈഡ് മൂവ് തന്നെയായിരുന്നു ഇന്ന് കണ്ടത്. പക്ഷെ ഞാനൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കിയത്. ഞാൻ ആ ഒരു 1:2 സെറ്റപ്പിൽ ഈ ഒരു ലോ ഏകദേശം ഈ ഒരു ഏരിയ വരെയാണ് എൻ്റെ ടാർഗറ്റ് വയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് മാർക്കറ്റ് നമുക്ക് തരാൻ പോകുന്നതെന്ന്. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ട്രേഡ് ആയിരുന്നു, അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഏകദേശം ഒരു ഒരു 10 മിനിറ്റ് ട്രേഡ് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ലൊരു മൂവ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തായാലും ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത സമയത്തായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഏരിയ, അതായത് ഓർഡർ ബ്ലോക്കിന്റെ ഒരു ഒരു 50% അവിടെ നിന്നുള്ള റിജക്ഷനിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 മിനിറ്റിൽ നല്ലൊരു നമുക്കൊരു FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. മൈനർ FEG ആണ്. അതാണ് ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നത്. കണ്ടോ അവിടെ കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു FEGയിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. ഒരു സെൽ എൻട്രി, ഒരു സ്കാൽപ്പ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ TP കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ മാർക്കറ്റ് തിരിച്ച് കയറുന്നുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ ടാർഗറ്റ് വെക്കുക, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ട്രേഡിൽ കാണാം ട്രേഡേഴ്സ്. ഓക്കെ, ബൈ.